അങ്ങനെ ഇരുന്നപ്പോൾ ഒരു തോന്നല് ഇന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോന്ന്. ബേസിക്കലി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലാട്ടോ ഇറങ്ങിയത്, സ്വീറ്റ്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചാൽ ഇറങ്ങിയത്. പക്ഷെ പോകുന്ന വഴിക്ക് പുതിയതായിട്ടൊരു പാകിസ്ഥാനി ഷോപ്പ് തുടങ്ങിയേക്കുന്നത് കണ്ടു. ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സ്ചർ ഓഫ് ഇന്ത്യൻ പാകിസ്ഥാനി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാൻ പാകിസ്ഥാനി ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല. എന്തായാലും പുതിയതായിട്ടൊരു ഷോപ്പ് തുടങ്ങിയേക്കുന്ന കണ്ട സ്ഥിതിക്ക് ഇവിടെ കയറി എന്തെങ്കിലും ഒരു ഫുഡ് ട്രൈ ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. ഒരു ഫാമിലി ആണ് കേട്ടോ ഇവിടെ കുക്കിങ്ങും പരിപാടികളും ഷോപ്പ് നടത്തുന്നതും ഒക്കെ. അവിടുത്തെ അപ്പച്ചൻ നല്ല അടിപൊളിയായിട്ട് കമ്പനി ആയിട്ടുള്ള സംസാരമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന പറഞ്ഞപ്പോ പുള്ളിക്ക് ഒന്നും കൂടെ ഉത്സാഹമായി. നല്ല റിവ്യൂ ഒക്കെ കൊടുക്കണോന്ന് പറഞ്ഞ് ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുന്നൊക്കെ എന്നെ കാണിച്ചു തരാൻ തുടങ്ങി. സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച റാപ്പ് ഒരു ആവറേജ് എന്ന് പറയാനായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്യാവശ്യം ഫില്ലിങ് ഉണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഓരോ കറികളൊക്കെ ഉണ്ടാക്കുന്നതും ചട്ടി ഇളക്കുന്നതും ഒക്കെ അപ്പച്ചൻ എന്നെ കാണിച്ചു തരാനായിട്ട് വല്ലാത്ത ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതൊക്കെ വന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയതാ. പിന്നെ പറഞ്ഞു അവരുടെ മോനേതോ ഇന്ത്യൻ ഫിലിം ആക്ടറിനെ പോലെയാണ്, എല്ലാരും ചോദിക്കാറുണ്ട് ഇത് അവരുടെ ഡൂപ്പാണോ എന്നൊക്കെ പറഞ്ഞ് കമന്റ് അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ ഷവർമ മുറിക്കുന്ന മകനാണ് ആ ഇന്ത്യൻ ആക്ടറിന്റെ ഡൂപ്പായിട്ടുള്ള ആ ആൾ. എന്തായാലും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. ഫുഡൊന്നും അത്ര ചീപ്പാണോന്ന് ചോദിച്ചല്ല, എന്നാൽ അത്ര എക്സ്പെൻസീവും അല്ല, കമ്പാരിറ്റീവ്ലി അഫോർഡബിൾ ആയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആദ്യം തന്നെ എയിം ചെയ്ത് വെച്ചിരുന്ന സ്വീറ്റ്സ് ഷോപ്പിലെത്തി. ഇവിടെ വന്നതിന്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഷേക്സ്, വേഫിൾസ്, സ്വീറ്റ്സ്, ഐസ്ക്രീംസ് അങ്ങനെയുള്ളതൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആണ്. പോരാത്തതിന് മധുരമുള്ള സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല മധുരമാണല്ലോ. ഇറ്റ്സ് ലോഡഡ് വിത്ത് ഷുഗർ. എനിവേ, അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. വീട്ടിൽ പോവാ. ടാറ്റ ബൈ ബൈ.